സ്ഥിരം വിസിമാരുടെ നിയമനം ഉടൻ നടത്തണമെന്ന് സുപ്രീം കോടതി. തത്കാലത്തേക്ക് നിലവിലെ വിസിമാർക്ക് തുടരാമെന്നും കോടതി വ്യക്തമാക്കി. ഗവർണർക്ക് ഇതിനായി പുതിയ വിജ്ഞാപനം ഇറക്കാമെന്നും സർക്കാരുമായി യോജിച്ചു പോകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. MG മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, വലിയ തർക്കം സർക്കാരും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയല്ലേ? തീർച്ചയായും. കാരണം ഗവർണർക്കൊരു താൽക്കാലിക ആശ്വാസമെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പോലും തന്നെ ഒരു ശ്വാസം വിടാനുള്ള ഒരു സമയം ഇതിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു കോടതി നിരീക്ഷണത്തിലൂടെ വ്യക്തമാകുന്നത്. കാരണം അതായത് കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് വിദ്യാർത്ഥികളുടെ ഭാവി, വിദ്യാർത്ഥികളുടെ നന്മ, അതൊക്കെ മുൻഗണന നൽകിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് സ്ഥിരം VC-മാരെ ഉടൻ നിയമിക്കണം, അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കാൻ ഗവർണർക്ക് പുതിയൊരു വിജ്ഞാപനം ഇറക്കാം. ഒപ്പം തന്നെ നിലവിലെ താൽക്കാലികമായിട്ടുള്ള VC-മാർക്ക് അതുവരെ തുടരാം, പക്ഷേ കാലതാമസം ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതൊക്കെ കോടതി നിരീക്ഷിക്കുമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും നോക്കിക്കാണേണ്ടത് വിദ്യാർത്ഥികളുടെ ഈ പഠനവുമായി ബന്ധപ്പെട്ടുള്ള, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അത് കോടതിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ഗവർണറും സർക്കാരും തമ്മിൽ ഇക്കാര്യത്തിൽ യോജിച്ച് മുന്നോട്ട് പോകണം, ഒരു സഹകരണം ഉണ്ടാകണം. അത് അവിടെ വെച്ച് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഒരു തരത്തിലും വിദ്യാർത്ഥികളുടെ ഭാവി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയം കലർത്തിയുള്ള ഒരു നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കരുത് എന്നുള്ളൊരു കർശനമായ നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ഈ KTU ഡിജിറ്റൽ സർവകലാശാലയുടെ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും ഭാഗത്ത് നിന്ന് ഗവർണർക്ക് വലിയ തിരിച്ചടി ഏൽക്കുകയും തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത്. ആ സാഹചര്യത്തിൽ, അതായത് ഈ നിലവിലെ സാഹചര്യത്തിൽ 12 സർവകലാശാലകളിലും ഭരണസ്തംഭനമാണ് എന്നുള്ളതാണ്. താൽക്കാലിക VC-മാരാണ് അവിടെ ഭരണം കൈയാളുന്നത്. ഇതുവരെയും ഒരു പുതിയ VC-മാരെ നിയമിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം തന്നെ പൂർണ്ണമായും പുതിയ VC-മാരെ നിയമിക്കണം എന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കറിയാം, കേരള സർവകലാശാലയിൽ പരിപൂർണ്ണ സ്തംഭനമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അവിടെ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം, വലിയ പ്രതിഷേധത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ അരങ്ങേറുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി ആ പ്രശ്നമൊക്കെ ഒതുക്കിയത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കോടതിയുടെ നിരീക്ഷണം ഒരു താൽക്കാലിക ആശ്വാസം എന്ന് പറയാമെന്നിരിക്കെ മറ്റൊരു കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു നടപടികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരമാകുമോ എന്ന് നമുക്ക് കരുതാനാകില്ല. എന്തായാലും 2 ആഴ്ച കൂടി സമയമുണ്ട്. 2 ആഴ്ച ഈ കേസ് പരിഗണിക്കുന്നതിനിടയിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്, ഒപ്പം തന്നെ ഗവർണർ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു നിർദ്ദേശം അത് ഇരു കൂട്ടരും പാലിക്കുമോ എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ താൽക്കാലിക VC-മാർ അതുവരെ തുടർന്നു പോകും. ഗവർണർ ഇനി ഒരു പുതിയ വിജ്ഞാപനം ഇറക്കും, അതായത് പുതിയ VC-മാരെ ഉടൻ നിയമിക്കണമെന്നുള്ള വിജ്ഞാപനം ഇറക്കും. കൂടാതെ തന്നെ ഈ ചോദ്യം ചെയ്ത് ഹർജി സമർപ്പിച്ചത് ഈ VC-മാരെ നിയമിക്കാൻ ആർക്കാണ് അധികാരം എന്നുള്ളതാണ്. സർക്കാരിനാണോ അതോ ഗവർണർക്കാണോ ഈ അധികാരം എന്നുള്ള ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഹർജി സമർപ്പിക്കുകയും ചെയ്തത്. അതിൽ ആർക്കാണ് അധികാരം എന്നതിലല്ല കാര്യം, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും രാഷ്ട്രീയം കലർത്താതെ ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകണം, അതിനുവേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും പരിപൂർണമായും പല സർവകലാശാലകളും സമരത്തിലേക്ക് പോകുന്ന പശ്ചാത്തലം, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നിരീക്ഷണം കൂടിയായി നമുക്ക് ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതാണ് സ്ഥിരം VC-മാരുടെ നിയമനം ഉടൻ നടത്തണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. തൽക്കാലത്തേക്ക് നിലവിലെ VC-മാർക്ക് തുടരാമെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഗവർണർക്ക് ഇതിനായി പുതിയ വിജ്ഞാപനം ഇറക്കാമെന്നും സർക്കാരുമായി യോജിച്ചു പോകണമെന്നും, അതായത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലമുണ്ട്. ആർക്കാണ് VC-മാരെ നിയമിക്കുന്നതിൽ അന്തിമമായി തീരുമാനമെടുക്കാൻ സാധിക്കുക? ഇത്തരം തർക്കങ്ങളൊക്കെ എത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. വിദ്യാർത്ഥികളെ കഷ്ടപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് എത്തരുത് എന്നും അതിന് സ്ഥിരം VC-മാർ വേണം എന്നുമുള്ള ഒരു നിർദ്ദേശം ആണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. മറ്റൊരു വാർത്ത